ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. സർക്കാരിൻ്റെ ഫ്രീ ആയതുകൊണ്ട്, സർക്കാരിൻ്റെ ഫ്രീ സ്കാനിങ് ആയതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ റിപ്പോർട്ട് കൊടുത്താൽ മതിയോ മാഡം? ജീവിതകാലം മുഴുവൻ ഞാൻ ഈ കുഞ്ഞുമായിട്ട് ആശുപത്രിയും വീടുമായിട്ട് നടക്കണമെന്നാണ് പറയുന്നത്. 5-ാം മാസത്തിൽ അനോമലി സ്കാനും 3-ാം മാസത്തിൽ NT സ്കാനൊക്കെ ചെയ്തതാണ്. ലാസ്റ്റ് ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ചോദിക്കുക വരെ ചെയ്തു, കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടാവുമെന്ന്. കുഞ്ഞിനൊരു കുഴപ്പമില്ല, കുഞ്ഞ് നല്ല പെർഫെക്റ്റ് ആണ്, കുഞ്ഞ് നല്ല കറക്റ്റ് വെയിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. കുഞ്ഞ് കണ്ണ് തുറക്കത്തില്ല, കുഞ്ഞിന് വായിൽ കൂടെ പാല് കുടിക്കാൻ പറ്റത്തില്ല, ട്യൂബ് വഴിയാണ് പാല് കൊടുക്കുന്നത്. കൈക്കും കാലിനും നല്ല വളവുണ്ട്, മലർത്തി കിടത്താൻ പറ്റത്തില്ല, കമഴ്ത്തിയാണ് കിടത്തുന്നത്. ആലപ്പുഴയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രസവിച്ച നവജാത ശിശുവിന് അസാധാരണ ജനിതക വൈകല്യം. ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല, കുഞ്ഞ് വായ തുറക്കുന്നില്ല. ഇതാണ് കുടുംബം പറയുന്നതായി നമ്മളിപ്പോൾ കേട്ടത്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം മറച്ചുവെച്ചെന്നാണ് പരാതി. 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സ്വകാര്യ ലാബിൽ സ്കാനിംഗ് നടത്തിയത് ഡോക്ടർ ഇല്ലാതെയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ചികിത്സിച്ച ഡോക്ടർ ഷേർലി വിശദീകരിക്കുന്നു. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം നടത്താൻ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി. റിപ്പോർട്ട് ഉടൻ ആലപ്പുഴ DMOയ്ക്ക് കൈമാറും. DMO ജമുന വർഗീസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സമിതിയും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. ശരത് SS ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത് SS, ഈ കുടുംബവുമായി സംസാരിക്കുമ്പോൾ അവർ നേരിടുന്നത് വലിയ ഒരു വിഷമമാണ്. ആ ഒരു വിഷമഘട്ടത്തിൽ അവർക്കൊപ്പം നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വാർത്തയുടെ തുടർ നീക്കങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ പരാതിയിന്മേൽ എന്തൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്? സുജിയ, ഏറ്റവും ഒടുവിൽ, അതായത് പ്രധാനമായും ഇതിനിപ്പോൾ വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഇതിൽ റിപ്പോർട്ട് തേടി എന്നുള്ളതാണ്. കടപ്പുറം ഹെൽത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ടിനോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. DMOയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. DMOയുടെ നേതൃത്വത്തിൽ കൂടിയായിരിക്കും. DMOയ്ക്കാണ് ഈ റിപ്പോർട്ട് കൈമാറേണ്ടതുള്ളത്. ആ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് ഇപ്പം കടന്നിരിക്കുന്നു. ഒപ്പം പോലീസ് ഈ ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 4 ഡോക്ടർമാർക്കെതിരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്കും ഒപ്പം ഈ സ്കാനിംഗ് നടത്തിയ സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെ, അങ്ങനെ 4 ഡോക്ടർമാർക്കെതിരെയും ഇപ്പോൾ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം DMOയുടെ നേതൃത്വത്തിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്നുള്ളതാണ് അറിയുന്നത്. ആ രീതിയിൽ നടപടികളിലേക്ക് ഇപ്പം ഉടൻ തന്നെ കടന്നിരിക്കുന്നു. ഏറെ ദാരുണമായ സംഭവമാണ്. അതായത് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ 10 മാസത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് കണ്ണീരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രീതിയിൽ കുഞ്ഞ് പിറന്ന ശേഷം അസാധാരണമായ വൈകല്യമാണ്. അത് 7 തവണ സ്കാൻ ചെയ്തിട്ട് പോലും ഇത്തരമൊരു വൈകല്യം ഡോക്ടർമാർ അറിയിച്ചിരുന്നില്ല. അതുപോലുള്ള സൂചന പോലും നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. പ്രസവത്തിന് 2 ദിവസം മുൻപാണ്, അതായത് ഈ കടപ്പുറത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഇവർ അഡ്മിറ്റ് ആകുന്നത് ഈ മാസം കഴിഞ്ഞ ഒക്ടോബർ 30-നാണ്. പക്ഷേ ആ സമയത്തും പറഞ്ഞില്ല. പിന്നീട് പ്രസവത്തിന് 2 ദിവസം മുൻപ് സ്കാനിംഗിൽ ചില അപാകതകൾ കാണുന്നു. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നു. അവിടെ നടത്തിയ സ്കാനിംഗിലാണ് പിന്നീട് ഇത്ര ഗുരുതരമായ വൈകല്യം ഈ കുട്ടിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ പിന്നീട് നടത്തിയ ഇത്തരത്തിൽ പ്രസവം നടത്തുന്നു. അപ്പം പ്രസവത്തിന് മുൻപ് തന്നെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇത്തരം വൈകല്യം ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന രീതിയിൽ ചോദിക്കുന്നു. പക്ഷേ ഏത് സാഹചര്യത്തിലാണെങ്കിലും കുഞ്ഞിനെ വളർത്താൻ തയ്യാറാണെന്ന് ഇവർ പറയുന്നു. പക്ഷേ ഇത്ര ഗുരുതരമാകുമെന്ന് അവർ പോലും കരുതിയിട്ടില്ല. ആ രീതിയിൽ വളരെ ഗുരുതരമായ രീതിയിലായിരുന്നു കുഞ്ഞ്. ഇത്തരത്തിൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിനുണ്ട്. അതായത് പ്രധാനമായും കുഞ്ഞിന് കണ്ണും ചെവിയും യഥാസ്ഥാനത്തല്ല ഉള്ളത്. അതായത് കണ്ണിനും ചെവിയും സ്ഥാനമാറ്റം, മാത്രമല്ല വായ തുറക്കില്ല, കണ്ണും തുറക്കാൻ കഴിയില്ല, ശ്വാസകോശത്തിന് ദ്വാരം, കൈക്കും കാലിനും വളവ്, അങ്ങനെ ഗുരുതരമായ കുട്ടിയുടെ പിതാവ് അനീഷ് ഇപ്പം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കുട്ടിയുടെ ഒരു സാഹചര്യം? നിലവിൽ ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ട്രീറ്റ്മെന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. അത് ഈ കാണിച്ചിരിക്കുന്ന ശങ്കേഴ്സ് ലാബ്, WNCയിലെ ഡോക്ടർ, പിന്നെ നമ്മുടെ ആലപ്പുഴയിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അങ്ങനെയുള്ള ആൾക്കാർ തീരുമാനിച്ച് ഞാനിത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അവരാണ് പറയേണ്ടത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? നിലവിൽ എന്നെ ഇതുവരെ, ഞാൻ കൊടുത്ത പരാതിയുടെ പേരിൽ എന്നെ ഇതുവരെ ആരും ഇത് നിങ്ങളുടെ പരാതിയുടെ സ്റ്റാറ്റസ് ഇന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആരും എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ നിലവിൽ കുഞ്ഞിന്റെ അവസ്ഥ വളരെ വളരെ മോശമാണ്. കുഞ്ഞിന് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല.
ഒരു കുഞ്ഞിന് ഫീഡിങ് എന്ന് പറയുന്നത് കുട്ടിയുടെ മുലപ്പാൽ കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടിക്ക് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ. കുഞ്ഞ് 2400 2800 വെയിറ്റ് ഉണ്ടായിരുന്ന കുട്ടിയാണ്. കുട്ടിയുടെ ഓരോ ദിവസം കഴിയുന്തോറും കുട്ടിയുടെ ആരോഗ്യനില താഴുകയാണ്. കാര്യം ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ അമ്മയുടെ മുലപ്പാൽ സക്ക് ചെയ്ത് കുടിക്കുക എന്നുള്ളത് ആ കുഞ്ഞിന്റെ ഹെൽത്താണ്. പക്ഷെ ഇത് നമ്മൾ പമ്പ് ചെയ്തിട്ട് എടുത്ത് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിരിക്കുന്ന ആ ട്യൂബിലൂടെ ഫീഡ് ചെയ്യുവാണ്. അത് കുട്ടിക്ക് എത്രത്തോളം, കുട്ടിക്ക് വിശക്കുമ്പോഴല്ല നമ്മൾ കൊടുക്കുന്നത്, 2 മണിക്കൂർ ഇടവിട്ടാണ് കൊടുക്കുന്നത്. അത് ദഹനേന്ദ്രിയത്തിനും മറ്റെന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ളതിനും നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷനുണ്ട്. കാര്യം വിശക്കാത്ത ഒരാൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് അത് വിദഗ്ധ ഡോക്ടർമാരാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഇപ്പൊ 2 മണിക്കൂർ ഇടവിട്ട് കൊടുത്തോളാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ പ്രകാരമാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. സുർമിയെ ചികിത്സിച്ച ഡോക്ടർമാർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ സ്കാനിങ് അവർക്ക് അത്തരം കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ല, റേഡിയോളജിസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകേണ്ടതുള്ളത്. ആ രീതിയിൽ അവർ കഴിയുമോ എന്നൊരു സമീപനമാണ്. റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ആ ഡോക്ടർ അല്ലെങ്കിൽ ആ തസ്തികയിൽ ഇരിക്കുന്ന ആള് എന്നെ വിട്ട ഷേർലി മേഡത്തിന്റെ അടുത്ത് പറയണം, ഇന്ന പ്രശ്നങ്ങൾ സ്കാനിങ്ങിൽ കാണുന്നുണ്ട്, അതിന്റെ പരിഹാരം എന്താന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് റേഡിയോളജിസ്റ്റ് പറയണം. ഈ സ്കാൻ ചെയ്ത സ്ഥലത്ത് റേഡിയോളജിസ്റ്റ് തന്നെയാണോ സ്കാൻ ചെയ്തത് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാര്യം സാധാരണഗതിയിൽ നോർമലിൽ നമ്മളൊരു സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ വിവരങ്ങളും നല്ലതുപോലെ അറിയാം. അത്രയും പ്രശ്നമായിട്ടുള്ള, ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ സ്കാനിങ്ങിൽ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊരു ഡോക്ടർ ആയിരിക്കത്തില്ല ചെയ്തത്. അതൊരു ഡോക്ടർ ചെയ്തിരുന്നെങ്കിൽ ഈ സ്കാനിങ്ങിൽ കണ്ടേനെ. നിങ്ങൾക്ക് ആ കുട്ടിയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് മനസ്സിൽ നിന്ന് പോകാത്ത രീതിയിലുള്ള ഇതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് ഇതിന്റെ പുറകെ പോയ ആദ്യം ഒരു സംഭവമായിട്ടാണ് എല്ലാരും പറയുന്നത്. ഈ സ്കാനിങ് വെച്ചിരിക്കുന്നത് എന്തിനാണ് സാർ? സ്കാൻ ചെയ്യുന്ന 5ാമത്തെ സ്കാനിങ്ങും 3ാമത്തെ സ്കാനിങ്ങിലും നമുക്ക് എല്ലാവിധ കാര്യങ്ങളും അറിയുക എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഇല്ലാത്തടത്തോളം WNCയിലെ വീഴ്ചയും സ്കാനിങ്, WNC ഹോസ്പിറ്റലിൽ നിന്ന് ശങ്കേഴ്സ് ലാബിലേക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് വിട്ടിരിക്കുന്നത്. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ല. ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലുകാർക്കുള്ള ഉത്തരവാദിത്വം എന്തുവാണ്? ഈ കുഞ്ഞിനെയും എനിക്കും എന്റെ വൈഫിനും ഈ ഹോസ്പിറ്റലുകാർ സമാധാനം പറയണം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സുറുമി, നിലവിൽ